ഞാൻ പച്ചക്കറിയിലോട്ട് വെള്ളമൊഴിക്കാൻ പോയിട്ട് നമ്മുടെ അടുക്കളത്തോട്ടത്തിലോട്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ പൂവ് നമ്മൾ കാണിച്ചിട്ടുള്ള എന്നാലും പൂവ് കാണുമ്പോൾ നമുക്കത് ഒരാകർഷണമാണ്. എല്ലാത്തിൻ്റെയും മഞ്ഞായിട്ടാണെന്ന് തോന്നുന്നത്. എല്ലാത്തിൻ്റെയും ഇഷ്ടംപോലെ പൂവിട്ടൊക്കെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചെടികളിങ്ങനെ പൂവിട്ടിക്കുമ്പോഴുള്ളൊരു ഒരു കാഴ്ച നമുക്ക് ഭയങ്കര ഇഷ്ടം. ഈ എൻജോയ് പോത്തോസ് ഇന്നാളെ നട്ടിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നീണ്ട് വളർന്ന് വന്നിട്ടുണ്ടത്. ചെടികൾക്കൊക്കെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണോട്ടേന്ന് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമെന്നാണ് ഇങ്ങനെ നിൽക്കണ. അതാട്ടേക്കാണ് നിങ്ങളിങ്ങനെ വളരണത്. പ്രത്യേകിച്ച് ഈ ഹാങ്ങിങ് ചെടികൾക്ക് നമ്മൾ വളമൊന്നും കൊടുത്തിട്ടില്ല. ഇനി ഒരു ദിവസം വളമിട്ട് കൊടുക്കണതിന്. ഞാൻ ആദ്യം തന്നെ കാണിക്കുമ്പോഴുള്ളൊരു എഫീഷ്യണത് ഇത്. പക്ഷേ ഇപ്പോഴും ഞാൻ ഇങ്ങനെ ഉണങ്ങി നിൽക്കുമ്പോൾ ഞാൻ നോക്കും ഇതിനെ കളയണമെന്ന് ഓർക്കും. പക്ഷേ ഇതിപ്പോഴും ബുഷായിട്ട് തന്നെ വരെയും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി ഇതാണ് കേട്ടോ. ഇത് മറ്റേ മുറി കൂട്ടിയാണ്. ഇത് നല്ല ഭംഗിയാണ് ഇതെല്ലാം കാണാനായിട്ട്. ഇത് നല്ല വെള്ളം വേണം. ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ല അത് വൈകുന്നേരം ആകുമ്പോഴേക്കും വാടി വെക്കും. ഇത് ഈ മണി പ്ലാന്റിൻ്റെ അവസ്ഥ ഇങ്ങനെ തൂങ്ങി നിലത്ത് മുട്ടിക്കിടക്കുന്ന സംഗതി. തൂങ്ങി നിലത്ത് അത് മുട്ടിയിട്ടില്ല. ഇതാണ് നിലത്ത് മുട്ടി നിൽക്കണത്. ഇങ്ങനെ പോയി ഇതിൻ്റെ തുമ്പ് വെട്ടിക്കളയണമെന്ന് തോന്നുന്നു. ഇതിങ്ങനെ നിൽക്കണാണുമ്പോൾ നമുക്കത് വെട്ടിക്കളയാൻ തോന്നൂല. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മുടെ ഈ ചെടിക്കൊരു പൂവുണ്ടായിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ ഇതൊരത്ഭുതമാണ് ചെടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പിന്നെ നമ്മുടെ ഈ ചെത്തിക്ക് പൂവിട്ട് വന്നിട്ടുണ്ട്. ഇത് എനിക്കൊരു ചേച്ചി തന്നതാണ്. ഒരു ക്ലാസ്സിൽ പോയിരുന്നപ്പോൾ ഉള്ള ഒരു ചേച്ചി തന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഓരോ ചെടികളും നമുക്കൊരു ഓർമ്മകളാണ്. ഇത് ഇപ്പം ആ ചേച്ചി ഇല്ലെങ്കിലും നമ്മൾ ഈ ചെത്തിനെ കാണുമ്പോഴെപ്പോഴും ഞാൻ ആ ചേച്ചിയുടെ പേരിങ്ങനെ ഓർക്കും. ആൾ നല്ലൊരു സ്നേഹമുള്ള ചേച്ചിയായിരുന്നു. ഓരോ ചെടികളും ആരാണ് തന്നത് ഇങ്ങനെ എനിക്കൊരു ഓർമ്മ ഉണ്ടാവും എപ്പോഴും. നമുക്ക് അടുക്കളത്തോട്ടത്തിലോട്ടൊക്കെ അവിടെ കുറച്ച് ചെടികൾക്ക് വെള്ളമൊഴിക്കാനുണ്ട്. ഈ നീലമരി എടുത്ത് നിലത്ത് വെക്കണമെന്ന് തോന്നണം. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു മരത്തിൻ്റെ ഒരു ഇതിലോട്ട് വരയുന്നത് മരം പോലെ വന്നുണ്ട്. നമുക്കിത് നിലത്ത് വെക്കാൻ ഇവിടെ വെക്കണതിന് കുഴപ്പമില്ല. അത് കപ്പത്തയ്യാട്ടെ വെട്ടിയിട്ട് ഇതിനെ വെക്കണമെന്ന് തോന്നുന്നു. നമ്മുടെ അടുക്കളത്തോട്ടത്തിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ പുതിയതായിട്ട് വെച്ച ചെടികളൊക്കെ ഒരുവിധം നല്ല ഭംഗിയിൽ നിൽക്കണം. എല്ലാവരും പൂത്ത് വന്നുണ്ട്, കായ്ച്ച് വന്നുണ്ട്. പിന്നെ ഇതിവിടെ കുറച്ച് പുല്ലുണ്ടായിരുന്നു. ഞാൻ കുറച്ചൊക്കെ ഇന്നലെ വന്ന് പിഴുത് കളഞ്ഞു. ഇനി കുറച്ചിത് ഒട്ടും പുല്ലില്ലാണ്ട് വെക്കണം. അപ്പോഴാണ് നമ്മുടെ തോട്ടത്തിന് ഭംഗി ഉണ്ടാവുള്ളൂ. വെണ്ടൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇവിടെ നിറച്ചും ഈ ചേമ്പാണ്. ചേമ്പിൻ്റെ ഭയങ്കര നമ്മൾ ഒട്ടും കിടക്കാത്ത നേരത്തെ ഇങ്ങനെ ഇപ്പോൾ. പക്ഷെ പറിച്ച് കളഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. പറിച്ച് കളഞ്ഞാൽ നിന്നോളും. പിന്നെ അത് ഒരു കപ്പത്തൈ മുളക്കണുണ്ട്. അതായത് ഇവിടെ ഒരു ചീര നിൽക്കുന്നുണ്ട്. വേണ്ട ഈ ചീര ഇവിടെ കാട് പോലെ നിറഞ്ഞ. ഇവിടെയൊക്കെ എന്തെങ്കിലും വെച്ച് കൊടുക്കണം. ചീര ഇത്തിരി കിട്ടിയാലേ എനിക്ക് വെച്ച് കൊടുക്കണമെന്നുണ്ട്. ചീര നമുക്ക് ഈ സ്ഥലത്ത് വെച്ചെടുക്കാൻ പറ്റിയതാണ്. അവിടെ ചീര മുളച്ചിട്ടില്ല. ചീരയുടെ ഒരു പച്ച ചീരട വന്നിട്ടേ കുരു വന്ന് നിൽക്കുന്നുണ്ട്. അതിനെ ഒന്ന് തൈ മുളച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് നടായിരുന്നു. ഇവിടെ മണ്ണിളക്കൊണ്ട് ഇവിടെ ഇനി വെള്ളം കയറില്ലെന്ന് പ്രതീക്ഷിക്കാം. ഇങ്ങനെ ചെയ്യാം. മുളച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് നടണം. പുല്ലിപ്പം പറിച്ചാൽ പോരും. പിന്നെ ഈ കുറേ അങ്ങോട്ടായി കഴിയുമ്പോഴാണ് നമ്മൾ മമ്മട്ടെടുത്ത് വെട്ടേണ്ടി വന്നത്. ഈ വെണ്ടത്തയുടെ ഉള്ളിൽ ചേമ്പ്, കാട്ടുചേമ്പ് മുളച്ചിട്ടുണ്ട്. കള പറിച്ച് കളഞ്ഞോളാം. ഇത് ഈ ചീര ഇവിടെ നേരത്തെ ഇഷ്ടം പോലെ ഇലയിട്ട് നിന്നിരുന്നിട്ട് എടുക്കാറില്ല ഈ സംഗതി. അങ്ങനെ ഇതിനെ പടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ലാത്തപ്പോൾ ഒരു കറിക്കൊക്കെ എടുക്കാൻ പറ്റണതാണിത്. പിന്നെ ഇത് ഈ കപ്പത്തൈ നല്ലതാണെന്നറിയില്ല. ഇതെന്നാലും ഒന്ന് ഇഷ്ടിയൊക്കെ ചുറ്റും വെച്ച് കൊടുക്കും.
പിടിക്കണമെങ്കിൽ പിടിക്കട്ടെ അല്ലേ. അവിടെ ഫ്രണ്ടിൽ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കണ കപ്പത്തയ്യമ്മ കപ്പങ്ങ ഉണ്ടായി വന്നുണ്ട്. കപ്പത്തയ്യ എപ്പോഴും നമ്മുടെ ഒരു ഭയങ്കര ഇഷ്ടമാണ് കപ്പത്തയ്യനോട്. കായ ഉണ്ടാവാറില്ലെന്നുള്ളൂ, പക്ഷെ ഇവിടെ ഇപ്പോൾ 2 എണ്ണം വെറുതെ മുളച്ചിക്കണതിൽ കായ ഉണ്ടായി വന്നുണ്ട്. ഞാനിവിടെ വെള്ളമൊഴിക്കാൻ വന്നേട്ടാ, പക്ഷേ നമുക്ക് വെള്ളമൊഴിക്കലും വീഡിയോ എടുക്കലും കൂടി നടക്കൂല ഒറ്റക്കാവുമ്പോൾ. അപ്പോൾ ഞാൻ ഈ കൊത്തമര ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ പൊട്ടിച്ച് ഇന്നലെ അല്ല മിനിഞ്ഞാന്നാൾ വന്ന് പൊട്ടിച്ച്. എന്നാലും ഇതുമ്മ ഈ കൊത്തമര ഒരു കൊല പോലെ ഉണ്ടാവണത്, ഒരു കൊല 3-4 എണ്ണമൊക്കെ ഉണ്ടാവും. ഇതും 2-3 എണ്ണമൊക്കെ പൊട്ടിച്ചെടുക്കണം. നമുക്കിത് മൂത്തോലി ടേസ്റ്റില്ല. പക്ഷേ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു കൊത്തമരയുടെ ഒരു ചുവയിലിട്ട നല്ല ഒരു വേറൊരു രസമാണ് ഈ കൊത്തമര നമുക്ക് കഴിക്കാൻ പറ്റും. പച്ചമുളകൊക്കെ എല്ലാത്തിലും ഉണ്ടായി വരുന്നുണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനെ നേഴ്സറിയിൽ നിന്ന് കിട്ടണ തൈ കൊണ്ടുപോയി നടണം. അപ്പോഴാണ് നമുക്ക് ഇതിൽ എന്തെങ്കിലും ഫലം ഉണ്ടാവുള്ളൂ. മറ്റേതാവുമ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ എപ്പോഴും പെട്ടെന്ന് അങ്ങോട്ട് മുരടിച്ച് പോകും. ഇതിന്മേയൊക്കെ പൂവിട്ട് തന്നെയല്ലോ. ഈ തക്കാളിയുമ്പോൾ നിറച്ച് കായിട്ട് തന്നെയിട്ട് ഇതിനിപ്പോൾ ഒരു എന്തെങ്കിലും കെട്ടിക്കൊടുക്കണം, അല്ലെങ്കിൽ ഇത് വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ ആകിതാവും. കാരണം കണ്ടൊക്കെ നല്ല രീതിയിൽ ബലമിട്ട് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ കിട്ടണ ഒരു മനസ്സുഖം. ഇവിടെ വന്നാൽ നമുക്ക് പോകാൻ തോന്നില്ല. തക്കാളി ആയാലും തക്കാളി വെക്കണമെന്നുള്ള ഒരിഷ്ടം വളരെ വലുതാണ് നമുക്ക്. വഴുതനങ്ങ ഇത് നമ്മുടെ ഫ്രണ്ടിലുണ്ടായ വഴുതനങ്ങ പോലെ അല്ല കേട്ടോ. ഇത് ചെറുപ്പത്തിൽ കായ ഉണ്ടാവണ വഴുതനങ്ങയാണ്. കണ്ട ഒരു കൊലയിട്ടാണ് ഉണ്ടാവണത്. ഇത് കണ്ട ഒരു കൊലയിൽ ഒരു 4 വഴുതനങ്ങയൊക്കെ ഉണ്ട്. അതുപോലെ എല്ലാത്തിനും മുട്ടിട്ട് കണ്ട് ഇങ്ങനെ നിൽക്കുന്ന സംഗതി. ഇത്രയും പൊക്കം വെച്ചിട്ടുള്ളൂ. കണ്ട കുറച്ച് ചെറിയൊരു പൊക്കം മാത്രമേ ഉള്ളൂ ഇതിന്. അപ്പോൾ ഇതിന് കായ ഉണ്ടായി. അതെ, ഇവിടെ നിൽക്കുന്നുണ്ട് 2 എണ്ണം. 2 എണ്ണം അല്ല, ഇവിടെ 4 എണ്ണമായിട്ടാണ് നിൽക്കുന്നത്. അന്നുണ്ടായ വഴുതനങ്ങ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടാ. ചില മൂത്തോല് നമുക്ക് പിള്ളേർക്ക് ഇഷ്ടാവില്ല, കാരണം ഞാനത് പൊട്ടിച്ചെടുത്ത്. പിന്നെ ഈ മുന്തിരിവള്ളി പടർന്നു തുടങ്ങി. മുന്തിരിവള്ളി പിന്നെ പക്ഷെ ഇവിടെ നിന്ന് മാറ്റണമെന്ന് തോന്നുന്നത്. ഇതിനിവിടെ വെച്ചാൽ പറ്റില്ല, കാരണം ഒരു സൈഡിലോട്ട് ഒതുക്കി വെക്കേണ്ടി വരും ഇതിനെപ്പോഴും. നമ്മുടെ അടുക്കളത്തോട്ടത്തിലോട്ട് വന്നാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും. കാരണം ഇങ്ങനെ കായ ഉണ്ടാക്കിക്കണം. പച്ചമുളകിൻ്റെ ഒക്കെ ഒരു നീട്ടം കണ്ടത് ഇത്രയുണ്ട്. പച്ചമുളകിൻ്റെ കണ്ട് നല്ല വലിയ പച്ചമുളകാണ്. ഡ്രാഗൺ ഫ്രൂട്ട്, കപ്പത്തൈനൊക്കെ സന്തോഷമായി ഇവിടെ നമ്മളിങ്ങനെയൊക്കെ വെച്ച് പിടിപ്പിച്ചപ്പോൾ. വാഴയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിനി ചെടികൾക്ക് വെള്ളം ഒഴിക്കട്ടെ. എന്നുവെച്ചാൽ വെള്ളം വന്ന് ഫോണിൽ വീണ, അങ്ങനെ ഫോൺ കംപ്ലൈൻ്റ് വെള്ളം ഒഴിക്കട്ടെ. അപ്പോൾ ഞാനിന്ന് വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.